നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആകാശിനോടും ഹാരനോടും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആനന്ദ്. എന്തു വന്നാലും ഇനിയിപ്പൊ ശ്രീദേവിയെ താൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് ശ്രീദേവിയുടെ കോള് ആനന്ദിന്റെ ഫോണിലേക്ക് വരുന്നു. ദേ, അവളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ അവള് വിളിച്ചിരിക്കുന്നു. ആനന്ദേട്ടാ, കോൾ എടുത്ത് സംസാരിക്കാൻ ആരും പറഞ്ഞു. കോൾ എടുക്കാനോ? ഇത് ഞാൻ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനായിട്ടാ പോകുന്നത്. അതും പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടു. ഇനി അവള് വിളിക്കുന്നത് കാണണമല്ലോ, ഇനി അവൾ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ആരിനും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ദേവിയുമായിട്ട് ആനന്ദ് പിരിയാൻ തീരുമാനിച്ചിരുന്നില്ല. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ SIയുടെ മുന്നിലായിരുന്നു ഉദയഭാനും ശ്രീകലയും കൂടെ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അതെ, CI മാഡമാണ് ഞങ്ങളോട് പറഞ്ഞത്. അശ്വതി മാഡത്തിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയെന്ന്, പരാതികളൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നേ. ഇരിക്കെ എന്താന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ മാഡം ഒന്നും പറയണ്ട. എന്റെ മോളെ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം അവൾക്ക് മുഴുവൻ പീഡനമായിരുന്നു ദേമംഗലത്തുണ്ടായിരുന്നെ. അല്ല, പീഡനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാരീരികമായിട്ടാണോ മാനസികമായിട്ടാണോ? അയ്യോ മാഡം, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, എല്ലാ രീതിക്കുള്ള പീഡനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മോള് ഞങ്ങളോടൊന്നും പറയാതിരിക്കുമായിരുന്നു. അല്ല, നിങ്ങൾ എന്നിട്ട് പോയി ചോദിച്ചില്ലേ? അതെങ്ങനെയാ? മോള് ഞങ്ങളോട് പറഞ്ഞല്ലേ ഞങ്ങൾ ഇതൊക്കെ അറിയുള്ളൂ. ഞങ്ങളോട് ഇതൊന്നും മോള് പറയാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഡിവോഴ്സ് നോട്ടീസും കൂടെ അയച്ചിരിക്കുക. എന്തിനാ? അവന് വേറെ കല്യാണം കഴിക്കണം, കോടീശ്വരിയായ പെൺകുട്ടിയെ. അല്ല, ഈ പീഡനം ഉണ്ടാകാൻ കാരണം എന്താ? അതെന്ന് പറഞ്ഞാലേ അവര് സാമ്പത്തികം ഉള്ളവരാണെന്ന് ചോദിച്ചു. അതെ, അവര് കുറച്ച് സാമ്പത്തികം ഉള്ളവരാ. ഞങ്ങൾ പാവങ്ങളാ. അതുകൊണ്ടാ എന്റെ മോൾക്ക് അധികമൊന്നും ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ല, അവിടെ ആരാ പീഡിപ്പിച്ച മോളെ? എല്ലാരും പീഡിപ്പിച്ചു. ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഗോമതി അമ്മായിമ്മയാന്ന് പറഞ്ഞു. ഓ, അമ്മായിമ്മ. എന്റെ മാഡം ഒന്നും പറയണ്ട. അവിടെ വേറെ 2 മരുമക്കളുണ്ട്. ഒരുത്തി സർക്കാർ ജോലിക്കാരിയാ. പക്ഷെ മറ്റോളോ, അത് ഈ പറയുന്ന ഗോമതിയുടെ ആങ്ങളയുടെ മകളാണ്. അപ്പൊ അതിനോടും പ്രശ്നമൊന്നുമില്ല. അവക്ക് വീട്ടിൽ ഒരു ജോലിയും ചെയ്യണ്ട. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. എന്റെ മോൾക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ കിടന്ന് പണി ചെയ്യണം. പണി ചെയ്ത് മടുക്കും. അത് മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് അവൾക്ക് കടയിലും പോണായിരുന്നു. കടയിലോ? അതെ, രാവിലെ വീട്ടിലെ എല്ലാ പണിയും തീർത്തിട്ട് അവർക്ക് കടയുണ്ട്, അവിടെ പോയി ജോലി ചെയ്യണം. ജോലി ചെയ്ത് വന്നിട്ട് വീട്ടിലേക്ക് തിരികെ വന്നിട്ട് വീട്ടിലെ ജോലി വീണ്ടും ചെയ്യണം. ഇല്ലാത്ത കഥകളൊക്കെ അങ്ങോട്ട് പടച്ചു വിടുവാണ്. അത് മാത്രമാണോ? അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ധർമ്മൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അത് ഗോമതിയുടെ സഹോദരനാണ്. അവന് ഇത്രയും വർഷക്കാലം ഗോമതി സ്റ്റോഴ്സിലിട്ട് പെടാപ്പാട് പിടിച്ചു. ജോലി വെച്ച് ശമ്പളം പോലും കൊടുത്തില്ല. അവസാനം ശമ്പളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്റെ മാഡം, ലക്ഷങ്ങൾ വരുമല്ലോ. വർഷങ്ങളായിട്ട് അവനെ വീട്ടിൽ തന്നെയാണ് താമസം. ഓ, അങ്ങനെയാണല്ലേ? അതെ, ഒരു പൈസ പോലും കൊടുക്കാതെ. എന്റെ മാഡം, പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്താ? എനിക്ക് സങ്കടം വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ പറ. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്റെ മോൾക്കാണെങ്കിൽ നേരെ ചൊവ്വേ ആഹാരം പോലും അവര് കൊടുക്കത്തില്ലായിരുന്നു. എന്റെ മോള് എല്ലാരും കഴിച്ചതിന് ശേഷമാണ് എന്തായാലും ഇച്ചിരി വറ്റ് കിട്ടുന്ന അവൾക്ക്. അവള് അതുമായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നൊന്നും കഴിക്കത്തില്ല. അടുക്കളയിൽ ഇരുന്നോ കഴിക്കത്തുള്ളൂ. ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് അവൾക്ക് കഴിക്കാൻ പാടില്ല. അതാണ് കർശന നിയന്ത്രണം. ഒരു ദിവസം അവള് അടുക്കളയിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ചിക്കൻ്റെ ഒരു ഇച്ചിരി ചാറ് ഒരു കഷ്ണം അവൾ എടുത്തു. അതിന്റെ പേരില് ഗോമതി കുറെ വഴക്ക് പറഞ്ഞ് അവളെ നന്നായിട്ട് ഉപദ്രവിച്ചു. ചിക്കൻ എടുത്തെന്നും പറഞ്ഞു. അതേന്നെ, എന്റെ മോൾക്കന്ന് എത്രമാത്രം സങ്കടമായെന്നറിയോ? എന്നിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനായിട്ടാ? എന്റെ മോൾ അങ്ങനെയാ, ഒന്നും പറയത്തില്ല. അവളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നു. പിന്നീടല്ലേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നേ. എന്റെ മോളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും അവരില്ലാതാക്കി മാഡം. ഒരു കുഞ്ഞുണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ ആ കുഞ്ഞ് അബോർട്ടായി പോയെന്നൊക്കെ പിന്നീടാണ് ഞങ്ങളോട് പറയണേ. എങ്ങനെയാ ഏതാന്നും അറിയത്തില്ല. അവളെ അവിടെ ഇട്ട് പണിയെടുപ്പിച്ച് കൊല്ലുമായിരുന്നല്ലോ. എന്റെ മോള് നന്നായിട്ട് വശം കെട്ടും. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മോള് നേരത്തെ ഈ പരാതിയൊന്നും പറയാതിരുന്നേ? അവള് സഹിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ അവസ്ഥയൊക്കെ അവൾക്കറിയാം. അവൾക്ക് അവളുടെ ഭർത്താവിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല സഹിച്ച് ക്ഷമിച്ചു അവൾ ആ വീട്ടിൽ നിന്നത്. എത്ര ദുഷ്ടന്മാരാന്നറിയാവോ അവര്? ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോളെ അവിടെ എടുത്ത് നന്നായിട്ട് പെടാപ്പാട് പെടുത്തി. അപ്പോഴേക്കും പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളിത് പരാതിയായിട്ട് ഇങ്ങോട്ടേക്ക് എഴുതി തരാൻ പറഞ്ഞു.
പരാതിയായിട്ടോ? അതെ, പരാതിയായിട്ട് എഴുതണം. പിന്നെ പരാതിക്കാരി ശ്രീദേവിയാണല്ലോ, നിങ്ങളുടെ മകളാണല്ലോ, അവർ ഒപ്പിടണമെന്ന് പറഞ്ഞു. ഉദയഭാനു ശ്രീകല ഒരു നിമിഷം ഞെട്ടിപ്പോയി. പണി പാളിയാവുന്നൊരു സംശയം. പെട്ടെന്ന് അടുത്ത നമ്പർ ഇടാൻ ഉദ്ദേശിക്കുകയാണ് ശ്രീകല. ഉദയഭാനു പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, അയ്യോ മാഡം, അതിനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? അയ്യോ, എൻ്റെ മോള് അവശതയെ വീട്ടിൽ കിടക്കുക. എന്താ, ഹോസ്പിറ്റലാണോ? ഹോസ്പിറ്റലൊന്നും അല്ല മാഡം, വീട്ടിലാ കിടക്കണേ. അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ അവൾക്ക് ഈ പോലീസ് സ്റ്റേഷനോ പരാതിയോ കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ഒന്നും വേണ്ടെന്ന് അവൾ പറയണേ. അവൾക്കത് പേടിയാണ്. അവരുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട്. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇതുമായിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ പോലും പറ്റത്തില്ല മാഡം എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പരാതി പരാതി മാഡം തന്നെ എഴുതിയാൽ മതി, ഞങ്ങൾ പറഞ്ഞു തന്നോളാന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ, പക്ഷെ ഒപ്പിടുന്ന കാര്യം മാഡം, അത് പിന്നെ എങ്കിൽ ശരി, അതെന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ആ പുള്ളിക്കാരത്തി ഇച്ചിരി കൈക്കൂലി മേടിക്കുന്നതായിരുന്നേ. അപ്പൊ പുള്ളിക്കാരത്തി പരാതി എഴുതാൻ തുടങ്ങി. നിങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ശ്രീകല പറയാണ്. കൂടെ ഉദയഭാനുവും ചേർന്ന് ഗോമതിയുടെയും ബാലിന്റെ എല്ലാവരുടെയും പേരില് അവസാനം ചോദിച്ചു, ഇത്രയും പേരാണ് നിങ്ങളുടെ മോളെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചു. അതെ, ആര്യന്, ആകാശ്, മിത്ര, അനുശ്രീ, ബാലന്, ഗോമതി, എല്ലാവരുടെയും പേരുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. അപ്പൊ നിങ്ങൾ ഈ പരാതി ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തു. ഓക്കെ ആണല്ലോ അല്ലേ? അതേന്ന് പറഞ്ഞു. ഇനി നിങ്ങളുടെ മോളുടെ ഒപ്പൂടെ വേണം. അത് പിന്നെ മാഡം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതെനിക്കറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒപ്പിനും വിലയുണ്ട്, അറിയാലോ. അയ്യോ, അതെന്ത് വെള്ളം ഞാൻ ചെയ്യാൻ പാടുന്നു ഉദയഭാനു പറഞ്ഞു. അതിങ്ങനെ ഉറക്ക വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, അതെന്ത് വെള്ളം ചെയ്യാൻ മാഡം? എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ ഒരു ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകല സൈൻ ചെയ്തു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ശരിയെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി ശ്രീകലയ്ക്കും ഉദയഭാനുനും. കാരണം ബാലനും ഗോമതിക്കിട്ടും ഒരു പണി കൊടുക്കാൻ പറ്റിയല്ലോ. ഒരിക്കലും ശ്രീദേവിയോ അല്ലെങ്കിൽ ദേവമംഗലംകാരോ ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു പരാതിയിൽ എഴുതി പിടിപ്പിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ഒരിക്കലും ഗോമതിയോ ബാലനോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരെ പെടുത്താനായിട്ട് ഒരു തന്ത്രം കണ്ടെത്തിയതാണ് ഇവർ രണ്ടുപേരും കൂടെ. ഇതേ സമയത്ത് ശ്രീദേവി ആകെപ്പാടെ വല്ലാതെ ടെൻഷനില്ല. എങ്ങോട്ടാണ് അച്ഛനും അമ്മയും പോയെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉദയഭാനു ശ്രീകലയും വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതാ മോളെ, മോൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു, നിങ്ങളിത് എവിടേക്കാ പോയത്? ശ്രീകല പറഞ്ഞു, മോളെ നീ ആ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല, എവിടേക്കാ പോയതെന്ന്. അതെ, ഞങ്ങൾക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. ആരെ കാണാൻ പോയതാ? നിങ്ങൾ എവിടെ പോയാലും പറയണം. പുതിയ തരികൾ പരിപാടിയായിട്ട് ഇറങ്ങിയതാണോ? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുവോ? നിന്നെ ദേവമംഗലത്തേക്ക് പറഞ്ഞു വരണ്ടേ, അതിന്റെ കാര്യത്തിനായിട്ട് പോയതാ. ദേ, അച്ഛനും അമ്മ ഒരു കാര്യം വിചാരിക്കണം, ഇനി പഴയതുപോലെയൊന്നും കള്ളത്തരം പറയാൻ എന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് കള്ളത്തരം കാണിക്കാൻ പോയതാ? എന്തോ ഉടായ്പ പരിപാടിയാന്ന് മനസ്സിലായി. അയ്യോ മോളെ, ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ? നിന്റെ നന്മയെ കരുതിയിട്ടല്ല ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നേ. എന്റെ നന്മ നിങ്ങൾ ചെയ്തല്ല, എന്റെ നന്മയെ കരുതിയിട്ടാണല്ലോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സത്യം പറ, നിങ്ങൾ എവിടേക്കാ പോയെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. മോളെ, നീയും ആനന്ദം തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന കാണാനായിട്ടാ ഞങ്ങൾ ആഗ്രഹിക്കുന്നേ. നിനക്ക് ആനന്ദിനെ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എനിക്ക് എന്റെ ആനന്ദേണ്ട വേണം. ആനന്ദേണ്ടല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശ്രീകല പറഞ്ഞു, അതെ, അതിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ പോയത്. നീ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, നിൽക്കും, പക്ഷെ കള്ളത്തരം പറയാനായിട്ട് എന്റെ ജീവൻ പോയാലും ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട പുതിയവനെ പറഞ്ഞു, മോളെ നീ കള്ളത്തരൊന്നും പറയൊന്നും വേണ്ട. നീ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കാതിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. ശ്രീദേവി പറഞ്ഞു, ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ചു, പക്ഷെ ഇനി അങ്ങനെയല്ല. കാരണം നിങ്ങളുടെ ചതി അത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് എന്റെ ആനന്ദേട്ടനെ നഷ്ടപ്പെടാൻ പാടില്ല. ആനന്ദേട്ടനെ നഷ്ടപ്പെട്ടാണ്ടല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ശ്രീകല പറഞ്ഞു, മോളെ നീ ഒരു കാര്യം വിചാരിക്കണം. ഞങ്ങൾക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നിന്റെ അനുജത്തി വിദ്യയുണ്ട്, അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ. നീ ഈ വീട്ടിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം എന്താവും? അവൾക്ക് നല്ലൊരു ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നീ ആ വീട്ടിലേക്ക് പോകണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നീ വഴിയെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല, എന്താ ഏതാന്നൊക്കെ. ആ സമയത്ത് മിത്രയും അനുവും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ മിത്ര അനുവിനോട് പറഞ്ഞു, ദേവി ചേച്ചിയും കൂടെ ഇവിടെ ഉണ്ട്, എന്ത് രസമായിരുന്നില്ലേ? അത് ശരിയാ, എല്ലാരും കൂടെ ആയിട്ട് അടിച്ചു പൊളിച്ച്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നേ? ഇപ്പൊ ദേവി ചേച്ചിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുമല്ലേ? അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. എന്താ രണ്ടാളും കൂടെ? അല്ല, ഞങ്ങൾ ദേവി ചേച്ചിയെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ദേവി ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിക്കണ്ടേ? ആൺതേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ച അത് ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. അതെ, രണ്ടാളോടും കൂടെ ഞാനൊരു കാര്യം പറയാം. ആനന്ദ് ഡിവോഴ്സ് നോട്ടീസ് അയച്ച അവന്റെ ഇഷ്ടമാണ്. പിന്നെ
ഇനിയിപ്പോൾ അതിനകത്ത് നമ്മളാരും തലയിടാൻ പോകണ്ട. അവൻ എന്താന്ന് വെച്ചേട്ടെ, അവൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇടപെടുന്നേ? അവൻ അവൻ്റെതായ ജീവൻ നയിക്കാനായിട്ട് അറിയാലോ. അവന് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇനി ഞാൻ അവൻ്റെ ജീവിതത്തിൽ ഒന്നും പറയാനായിട്ടും ഇടപെടാനായിട്ടും പോകത്തില്ല എന്ന് പറഞ്ഞു. അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുക. അപ്പോഴേക്കുമാണ് പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. അങ്ങനെ CI മാഡം ജീപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അകത്തേക്ക് കയറി വരുവാണ്. ഒരു നിമിഷം കോമതിയൊക്കെ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മാഡം ചോദിച്ചു, ആരാ ഇതിനകത്ത്? കോമതി എന്ന് ചോദിച്ചു. ഞാനാ. എന്താ മാഡം? അതെ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അല്ല, എന്താ മാഡം? അതൊക്കെ പറയാന്ന് പറഞ്ഞു. കോമതി മിത്രയും അനുവൊക്കെ ആകെപ്പാടെ വല്ലാതെ ഇരിക്കുകയാണ്. എന്താ ഏതാ സംഭവം എന്നറിയത്തില്ലോ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.